ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ എടുക്കാവുന്ന ഒരു ചെറിയൊരു ചലഞ്ച് ഇതാണ്. ഒരു കുറച്ച് കാലം വെറുതെ യേശുവിനെ കണക്ക് ഒന്ന് വർത്തിക്കാൻ ശ്രമിക്കാമോ? യേശുവിനെ കണക്ക് ഇടപെടാൻ ശ്രമിക്കാമോ? യേശുവിനെ കണക്ക് ഓർക്കാൻ പറ്റുമോ? അപ്പോഴാണ് ഈ വാക്ക് മാംസമാകുക എന്ന് പറയുന്ന ഭാഗ്യം നമ്മുടെ ഈ ചെറിയ ഉടലിൽ സംഭവിക്കുകയും ശരീരം തന്നെ ഒരു പുൽക്കൂടായിട്ട് മാറുകയും ചെയ്തത്. ബോഡി ബിക്കംസ് എ മെയിഞ്ചർ. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ഈ ക്രിസ്മസിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ആശ്രമങ്ങളിലൊക്കെ അത് വളരെ സമുചിതമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. അസിസിലെ ഫ്രാൻസിസ് തൻ്റെ ക്രിബ് രൂപപ്പെടുത്തിയിട്ട്, പുൽക്കൂട് രൂപപ്പെടുത്തിയിട്ട് ഇത് 800-ാം വർഷമാണ്, അതിൻ്റെ 800-ാം വാർഷികം. 1223 അത്. ക്രിബിൻ്റെ ചില വകഭേദങ്ങൾ അതിനു മുമ്പും ഉണ്ടായിരുന്നു. റോമിലെ കത്തീഡ്രൽ പള്ളിയിൽ ഒരു ഓറട്ടറിയൊക്കെ ഈ ക്രിബിൻ്റെ രീതിയിലാണ് 5-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. 11-ാം നൂറ്റാണ്ടോടുകൂടി ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നാടകങ്ങളും വേഷരീതിയുമൊക്കെ അണിഞ്ഞ് മനുഷ്യർ തെരുവുകളുടെ സഞ്ചരിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയന്മാരും ജ്ഞാനികളും ഒക്കെ ഇങ്ങനെ തെരുവിലൂടെ നടന്നു പോകുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഇത്രയും ഹൃദയസ്പർശിയാക്കിയത്, അതിനെ ജനകീയമാക്കിയത്, അതിലേക്ക് ഇങ്ങനെ അരൂപിയുടെ ആവാസമുണ്ടെന്ന് പറയാൻ ശ്രമിച്ചതൊക്കെ ഫ്രാൻസിസ് ആയിരുന്നു. ക്രിസ്മസിൻ്റെ 15 ദിവസം മുമ്പാണ് അദ്ദേഹം അപ്പോൾ റോമിലെത്തി. ഇനിയൊരു വരവുണ്ടാവില്ലെന്നൊക്കെ ഏകദേശം ധാരണയുണ്ട്. 3 വർഷത്തിന് ശേഷം അദ്ദേഹം കടന്നു പോകും. ഇത്തവണത്തെ ക്രിസ്മസ് ഏറ്റവും ഹൃദയത്തെ തൊടുന്ന ഒന്നാക്കി മാറ്റണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അതിന് അദ്ദേഹം കണ്ടെത്തിയ രീതിയായിരുന്നു ഈ ക്രിബിലേക്ക് എത്തുക എന്നുള്ളത്. ജിയോവാനി എന്ന് പറഞ്ഞ ഒരു സ്നേഹിതനുണ്ട്. ഒരിക്കലൊരു പട്ടാളക്കാരനും പ്രഭുവൊക്കെയാണ് ഈ മനുഷ്യൻ. എങ്ങനെയോ ഫ്രാൻസിസിൻ്റെ ആ ഒരു സ്പെല്ലിൽ, ഫ്രാൻസിസിൻ്റെ ഒരു ആ കരിസ്മയിലൊക്കെ പെട്ടുപോവുകയാണ്. തന്നാലാവുന്ന വിധത്തിൽ ഫ്രാൻസിനെ അനുഗമിക്കാൻ തീരുമാനിച്ച ഒരാളാണ്. അയാൾക്കാണ് സന്ദേശം പോകുന്നത്. അയാൾ രച്ചു എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു ചെറിയ പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ ഗുഹ അതിനുവേണ്ടി കണ്ടെത്തുന്നു. 2 കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാവണമെന്ന് ഫ്രാൻസിസ് ആവശ്യപ്പെട്ടത്. ഒന്ന് ഒരു കാള, 2 ഒരു കഴുത. പിന്നെ സ്വാഭാവികമായിട്ട് ആ ഉണ്ണിയുടെ രൂപം വരും. കുർബാനയ്ക്ക് ശേഷം വളരെ വിശേഷപ്പെട്ട ആ ക്രിസ്മസ് രാത്രിക്ക് വേണ്ടി ഗ്രാമീണർ മനസ്സുകൊണ്ട് ഒരുങ്ങിയിരുന്നു. നിറയെ വിളക്കുകളുടെയും മെഴുതിരികളുടെയും ഒക്കെ മധ്യേ ഈ ഒരു പുൽക്കൂട്ടിലേക്ക് ഇങ്ങനെ ഉണ്ണിയുടെ രൂപം വയ്ക്കുക. അതിനു മുമ്പിൽ വെച്ച് ഫ്രാൻസിസ് ഉണ്ണിയെക്കുറിച്ച് സംസാരിക്കുക. അത് രേഖപ്പെടുത്തുന്ന സെലാനെന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ നാവിൽ മധുരം കിനിയുന്ന കണക്ക് അത്രയും ഭാവ തീവ്രതയോടുകൂടിയാണ് ഈ മനുഷ്യൻ ആ പുൽക്കൂട്ടിലെ ഉണ്ണി എന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്നത്. അത്രയും ഒരു ട്രാൻസിലോ ഉന്മാദത്തിലൊക്കെ ഈ മനുഷ്യൻ ആ രാത്രിയിൽ പെട്ടുപോവുകയാണ്. ക്രിബ് കാത്തലിക് ഒരു രീതിയിൽ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നതും ജനകീയമായിട്ട് മാറുന്നതൊക്കെ അന്ന് തൊട്ടാണ്. എന്തിനു വേണ്ടിയായിരിക്കണം ഈ ക്രിബെന്നൊക്കെ വെറുതെ നമ്മൾ ഓർമ്മിച്ചാൽ നല്ലതാണ്. ഇത് നമ്മുടെ ബോധത്തിലേക്ക് ഒരു പ്രതിഷ്ഠാപനം നിലയിൽ നമ്മളതിനെ വായിച്ചെടുത്താൽ നല്ലതാണ്. ഇൻസ്റ്റലേഷൻ, അത്തരം ചില പദങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ഒത്തിരി ആർട്ട് എക്സിബിഷനൊക്കെ നടക്കും, വിശേഷം ബിനാലെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ കമക്രോസ് ചെയ്യുന്നൊരു വാക്കാണ് ഇൻസ്റ്റലേഷൻ. ഒരു കാര്യത്തെ കുറച്ചുകൂടി നമ്മുടെ ഒരു ധാരണയിലേക്കും കാഴ്ചയിലേക്കും അനുഭൂതികളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. കാലാകാലങ്ങളായിട്ട് യേശു പിറന്ന രാത്രിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിനൊരു വിഷ്വൽ ഒരു കോൺസെൻട്രേഷൻ, ഒരു ധ്യാനം എന്നതിൻ്റെ നിലയിലാണ് ഈ ക്രിബ് പ്രസക്തമാവുക. ഈ രാത്രിയിൽ വെറുതെ ഇത്തിരി നേരം ഈ പാതിരാ കുർബാന കഴിഞ്ഞിട്ട് ഉണ്ണി നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഒരു എല്ലാ തരത്തിലും ഫീബിളായ
എല്ലാ തരത്തിലും ദുർബലനായ ഒരു കുഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ തന്നെ ഒരു ക്രിസ്തുബോധത്തിൻ്റെ ഒരു ഇൻഫൻസി ആയിട്ട് എടുത്തതല്ല, അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമായിട്ടോ ശൈശവ ഘട്ടമായിട്ട് എടുത്തതല്ല. ഇവിടെ നിന്നാണ് ഓരോ വളർച്ചയും ആരംഭിക്കേണ്ടത്. ആ അർത്ഥത്തിൽ ഉള്ളിൽ ക്രിസ്തുബോധത്തിൻ്റെ വിത്ത് വീഴാനുള്ള രാവാണ് ഈ ക്രിസ്മസ് രാത്രി എന്ന് പറയുന്നത്. ഓരോ ഇടങ്ങളിലും മനുഷ്യ വിത്ത് വീണിട്ട് അതിൻ്റെ തളിർപ്പും പൂക്കളും പഴങ്ങളുമൊക്കെ ആയിട്ട് എത്ര കുലീനമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പഴമൊഴിയിൽ നിന്ന് പതുക്കെ പതുക്കെ നേറ്റിവിറ്റിയെ, ക്രിസ്തു തിരുപ്പിറവിയെ നമ്മുടെ വർത്തമാന കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള പ്രധാനമാണ്. പലപ്പോഴും വേദപുസ്തകത്തിൽ മാത്രമായിട്ട് ഈ കാര്യങ്ങൾ ചുരുങ്ങുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് വചനം മാംസമായെന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ ധ്യാനിക്കേണ്ടത്. വാക്ക് എന്തുകൊണ്ട് നമ്മുടെ ശരീരമാവുന്നില്ല? വാക്ക് എന്തുകൊണ്ട് നമ്മുടെ മിടിപ്പാവുന്നില്ല? വാക്ക് എന്തുകൊണ്ട് നമ്മുടെ ചലനമാവുന്നില്ല? വാക്ക് എന്തുകൊണ്ട് നമ്മുടെ ആലിംഗനമാവുന്നില്ല? ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. അപ്പം അത് അതേപോലെ കൃത്യമായിട്ട് പിടുത്തം കിട്ടാൻ വേണ്ടി രൂപപ്പെട്ട ഏറ്റവും ധ്യാന കുടീരമായിട്ട് മാറേണ്ട ഒരു കൃപ അത്. ബോധപൂർവമായിരിക്കണം ഫ്രാൻസിസ് മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒഴിവാക്കിയത്. കാരണം ഉണ്ണിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ട, പിന്നെ ഉണ്ണി പിറന്ന ആ രാത്രിയുടെ ഒരു ലാളിത്യം കാട്ടാനും ഉണ്ണി പിറന്ന ആ രാവിൻ്റെ ഒരു പ്രസക്തിയുമൊക്കെ രൂപപ്പെടുത്താൻ വേണ്ടി രണ്ട് മൃഗങ്ങളാണ്. നമുക്കറിയാം എങ്ങനെയാണ് സുവിശേഷമൊക്കെ അവസാനിക്കുന്നത്. ഈ സർവ്വസൃഷ്ടികൾക്കും വേണ്ടിയുള്ള സുവിശേഷം, അല്ലാതെ ഒരു പ്രത്യേക ഒരു ദേശത്തിനോ ഒരു പ്രത്യേക മതധർമ്മത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരാളാണെന്ന് എന്ന് നിങ്ങൾ യേശുവിനെക്കുറിച്ച് വിചാരിക്കുന്നോ അത് നമുക്ക് ഈ അകപ്പാട് ഈ മനുഷ്യനെ മിസ് ചെയ്യുക, അകപ്പാട് ആ ക്രിസ്തു അനുഭവത്തെ മിസ് ചെയ്യുക. സകല സൃഷ്ടികൾക്കും വേണ്ടിയുള്ള സകല സൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഈ മരത്തെ വെട്ടരുതെന്ന് പറയുന്നതും ആ പുഴയ്ക്ക് തടയണ വേണ്ടെന്ന് പറയുന്നതുമൊക്കെ ആയിരിക്കാം ഈ സൃഷ്ടികളോടുള്ള സുവിശേഷം. അപ്പോൾ ആ സൃഷ്ടപ്രപഞ്ചത്തെ അതിൻ്റെ ഏറ്റവും നെയ്വായിട്ട് സൂചിപ്പിക്കാനായിട്ടുള്ള രണ്ട് കഠിനാധ്വാനത്തിൽ ഏർപ്പെടുന്ന രണ്ട് മൃഗങ്ങളും പിന്നെ ഉണ്ണിയും മാത്രം. ഇതുമാത്രം ഇങ്ങനെ കാര്യങ്ങൾ കൺവേർജ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. പുതിയ കൃപകളെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഒരു വിഷമം അതാ. അതിങ്ങനെ ആഡംബരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും ഒക്കെ ഇടമായിട്ട് മാറിയിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു കാര്യം പതുക്കെ പതുക്കെ ഇല്ലാതെ ആവുന്നു. എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്മസ് ക്രിബിനകത്തുനിന്ന് പതുക്കെ പതുക്കെ നമ്മൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ ഗ്രാമീണ ഭംഗി എന്നൊക്കെ കരുതാവുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ട നേരമായി. ആ കുഞ്ഞിലേക്ക് കേന്ദ്രീകരിക്കുക. നേരത്തെ സൂചിപ്പിച്ച കണക്ക് അവനവൻ്റെ തന്നെ ക്രിസ്തുബോധത്തിൻ്റെ ഒരു ശൈശവഘട്ടമായിട്ട് ഈ യേശു പൈതലിനെ എടുക്കുകയും ആ യേശു പൈതൽ വളർന്നതനുസരിച്ചിട്ട് നമ്മുടെ ക്രിസ്തുബോധം ആഴപ്പെടുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയെക്കുറിച്ച് ധ്യാനിക്കാനും ഒക്കെ പറ്റുമെങ്കിൽ ഇത്തവണത്തെ ക്രിസ്മസും അർത്ഥപൂർണമായൊരു ക്രിസ്മസായി മാറിയേനെ. ഇല്ലെങ്കിൽ അത് അലങ്കാരങ്ങളിലോട്ടൊക്കെ ചുരുങ്ങിപ്പോയേനെ. എന്തുമാത്രം അടരുകളുള്ളൊരു വാക്കാണ് ഈ വചനം മാംസ എന്ന് പറയുക. പലപ്പോഴും ഈ വാക്കിനും മാംസത്തിനും ഇടയുള്ള അകലം എന്തുകൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ടിലാക്കാത്തത്? നമ്മൾ വാൻഗോക്കിനെ കുറിച്ചൊക്കെ പറയുന്ന സംഭവമാണ്. ആ മനുഷ്യൻ ഉന്മാദിയായൊരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ നലന്തുകഞ്ഞ ചിത്രകാരനായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള പല ചിത്രങ്ങളും ഈ മനുഷ്യൻ്റെതാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ സുവിശേഷ പ്രവർത്തനം കൂടിയായിരുന്നു. അയാളൊരു ചെറിയ മൈനൊക്കെ ഉള്ള ഈ ഖനികളൊക്കെ ഉള്ളൊരു ദേശത്ത് അവിടുത്തെ ഒരു പാസ്റ്ററായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ അന്തിമ മൊഴിയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ചിത്രത്തിലെ സൂര്യനെ വരക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ അയാൾക്ക് മീതെ ഉണ്ടായൊരു ഭാവനയായിരിക്കണം. പൊതുവെ ചരിത്രം പറയുന്ന അയാൾ പറഞ്ഞ ഒടുവിലായിട്ട് പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രമാണ് ദുഃഖം നിലനിൽക്കുന്നു. അതായിരുന്നു അയാളുടെ അന്ത്യമൊഴിയെന്ന് അത് സഹോദരനായ തിയോ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു ഭാവനയായിരിക്കണം അയാൾ പറയുന്നത്. എൻ്റെ മനസ്സിൽ കണ്ട ചിത്രം എനിക്ക് വരക്കാൻ പറ്റിയില്ല. ആ പറഞ്ഞ ഒരു പ്രതിസന്ധി കലയിലൊക്കെ മനുഷ്യൻ വിളിക്കുന്ന വാക്ക് സർഗവേദന എന്ന. വിചാരിച്ച ഒരു വരി കിട്ടുന്നില്ല. ചിലപ്പോൾ കവികളും എഴുത്തുകാരുമൊക്കെ ആയിട്ട് ബന്ധമുള്ളപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് ഒരു ഹാൻഡ് പിക്ക്, ഒരു വാക്കിങ്ങനെ തപ്പിയെടുക്കാൻ വേണ്ടിയാണ്. എത്ര മിനുക്കിയാലും
എത്ര ഉപയോഗിച്ചാലും അവർക്ക് ആ വാക്കിൻ്റെ മീതെ ഇങ്ങനെ ഒരു തൃപ്തി വരുന്നില്ല. അപ്പം അതിനിടയിൽ ഇവർ ഭയങ്കര റെസ്റ്റ്ലെസ്സാണ്. ഉള്ളിലൊരു രാഗം പാടാനുണ്ടെന്നറിയുകയും പാടാൻ പറ്റാതെ പോകുന്ന ഒരു ഗായകൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഉള്ളിലെ വർണ്ണങ്ങൾ ഈ പറഞ്ഞ ക്യാൻവാസിൽ വരക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന ചിത്രകാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഇതിനൊക്കെ വിളിക്കുന്ന വാക്കാണ് ഈ സർഗ്ഗവേദന എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന് ഒത്തിരി മാനങ്ങളുണ്ട്. അതിന് ഏറ്റവും ലളിതമായ ഒരു ഭാഷ അതാണ്. അപ്പം അത്തരമൊരു സർഗ്ഗവേദനയിലേക്ക് ജീവിതം കുറേ കൂടി അർപ്പിക്കേണ്ട വൈകിയ കാലമായത്. നമ്മുടെ ഉള്ളിലെ യേശു, നമുക്ക് മനസ്സിലായിട്ടുള്ള യേശു, നമ്മൾ വിശ്വസിക്കുന്ന യേശു എന്തുകൊണ്ടാണ് മാംസം ധരിക്കാത്തത്? എന്തുകൊണ്ടാണ് അവനിങ്ങനെ നമ്മുടെ ഒരു കർമ്മത്തിൻ്റെയും ബോധത്തിൻ്റെയും മിന്നലായിട്ട് മാറാത്തത്? ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ചൊക്കെ നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചെന്നാൽ എന്തിനു ഉപാസിക്കുന്നോ, എന്തിനെ നമസ്കരിക്കുന്നോ അതിലേക്കൊരു പകർച്ച സംഭവിക്കും. അത്തരം ഒരു കാലഘട്ടം ഇങ്ങനെ ഗുരുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സന്ധ്യയിൽ അദ്ദേഹം പോയിക്കൊണ്ടിരുന്ന ഒരു തോട്ടമുണ്ട്, ഒരു ഉപവനമുണ്ട്. അതിനകത്തൊരു വിശ്രമ മുറിയുണ്ട്. അപ്പം അതിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ അമ്മ മേരിയുടെയും ഉണ്ണിയുടെ ഒരു പടമുണ്ട്. ഒരു സന്ധ്യയ്ക്ക് അതിന് മുമ്പിൽ ചമ്രം പടഞ്ഞിരിക്കുമ്പോൾ ഈ മനുഷ്യരിലേക്ക് ഇങ്ങനെ പ്രകാശം പ്രവേശിക്കുന്നതായിട്ട് ആൾക്ക് അനുഭവപ്പെടുകയാണ്. പിന്നീട് കുറേ കാലം ഈ വ്യക്തി സംസാരിച്ചതും പറഞ്ഞതുമൊക്കെ അത്ര പരിചയമില്ലാത്ത, അത്ര വായിച്ചോ പറഞ്ഞോ കേൾക്കാത്ത സുവിശേഷത്തിലെ മൊഴികളാണെന്നൊക്കെയുള്ള ഒരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പകർച്ച എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ള പ്രശ്നം. നമ്മൾ നമസ്കരിക്കുന്നതിലേക്ക് നമുക്കൊരു പകർച്ച സംഭവിക്കാത്ത എന്താ? ഒരു 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 പാസ്റ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇങ്ങനെയാണ്, ലിവിങ് ലൈക്ക് ക്രൈസ്റ്റ് ഫോർ ആൻ ഇയർ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു സൂചന വരുന്നത്. അതിൻ്റെ ഒരു എക്സാക്ട് ടൈറ്റിൽ പണ്ട് വായിച്ചൊരു പുസ്തകമാണ്, അതുകൊണ്ട് വിട്ടുപോയി. സൂചന വളരെ വ്യക്തമാണ്. 1 വർഷം ഇങ്ങനെ യേശുവിനെ കണക്ക് ജീവിക്കാനായിട്ട് അയാൾ ശ്രമിക്കുക. 360 ദിവസങ്ങൾ മുമ്പിലുണ്ട്. ആദ്യമൊക്കെ ഇതിങ്ങനെ ഒരു ഡ്രാമയായിട്ട് അനുഭവപ്പെടുന്നു. കാരണം അതിനകത്തൊരു നാടകീയതയുണ്ട്. കുറേ കഴിയുമ്പോൾ അയാൾ അതിൻ്റെ ഒരു ഒരു സ്വാഭാവികത, സ്പോണ്ടനിറ്റി വീണ്ടെടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നാടകീയമായിട്ടാണെങ്കിലും നമ്മളിത് ആരംഭിച്ചേ പറ്റും. യേശുവിനെ കണക്ക് ചിന്തിക്കുക, യേശുവിനെ കണക്ക് ഇടപെടുക. അല്ലെ 1-2 ഡയറി കുറിപ്പുകളൊക്കെ ഞാനിങ്ങനെ എൻ്റെതായ രീതിയിലൊക്കെ ഒന്ന് വിവർത്തനം ചെയ്ത് ചിലയിടങ്ങളിലൊക്കെ ഒന്ന് പ്രസിദ്ധീകരിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. രാത്രി ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ മനുഷ്യൻ അശ്വായൊരു മനുഷ്യനാണ്. കണ്ടാൽ നമുക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന, പേടി തോന്നുന്ന ഒരു മനുഷ്യൻ ഈ ശിശിര രാത്രിയിൽ ഇങ്ങനെ പാതിരാക്കി ഇങ്ങനെ നടന്നു പോവുക. അയാൾ തൻ്റെ ചെറിയ വാഹനത്തിലേക്ക് വിളിക്കേണ്ടെന്നൊക്കെ ആദ്യം തോന്നിയ, പക്ഷേ യേശു ആകാനുള്ള ശ്രമമാണ്. അടുക്കൽ ചെന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഭാഗത്തേക്ക് വാ. അപ്പോൾ അയാൾ ഈ മനുഷ്യനെ പരമാവധി പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, നീ ഒരു കുഞ്ഞു മനുഷ്യനാണ്, ഞാൻ ഇത്രയും വലിപ്പമുള്ളൊരു മനുഷ്യനാണ്, എനിക്ക് നിങ്ങളെ കണക്കുള്ള വെള്ളക്കാരോട് മതിപ്പില്ല, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്താൽ എന്തു ചെയ്യും, നീ എന്നെ ഇങ്ങോട്ട് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ആരോഗ്യമുള്ള ശരീരത്തിലോട്ടൊക്കെ ഉറ്റു നോക്കാനായിട്ട് പറഞ്ഞ് ഈ മനുഷ്യനെ ഒന്ന് പരിഭ്രമിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ചങ്ങാതി ഇതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ആകപ്പാടെ യേശുവാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ നിറമിഴികളോട് പറഞ്ഞു, അത് നന്നായി, എൻ്റെ ശരീരം ഇങ്ങനെ കോച്ചി പിടിച്ചുകൊണ്ടിരിക്കുക ഈ തണുപ്പത്ത്. അപ്പോൾ യേശുവാകാനുള്ള ശ്രമം. പിന്നെ കുറേ കുട്ടികളെ വിളിച്ച് കയറ്റുന്നുണ്ട്. അങ്ങനെ കൗതുകരമായൊരു പുസ്തകം. നമ്മുടെ പുതിയ രീതി അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൻ്റെയൊക്കെ ടൈറ്റിൽ, ഏകദേശം ടൈറ്റിൽ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ആ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതിൻ്റെ ഒരു വായിക്കാനൊക്കെ പറ്റും വാസ്തവത്തിൽ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ എടുക്കാവുന്നൊരു ചെറിയൊരു ചലഞ്ച് ഇതാണ്. കുറച്ച് കാലം വെറുതെ യേശുവിനെ കണക്ക് ഒന്ന് വർത്തിക്കാൻ ശ്രമിക്കാമോ? യേശുവിനെ കണക്ക് ഇടപെടാൻ ശ്രമിക്കാമോ? യേശുവിനെ കണക്ക് പൊറുക്കാൻ പറ്റുമോ? അപ്പോഴാണ് ഈ വാക്ക് മാംസമാകുക എന്ന് പറയുന്ന ഭാഗ്യം നമ്മുടെ ഈ ചെറിയ ഉടലിൽ സംഭവിക്കുകയും ശരീരം തന്നെ ഒരു പുൽക്കൂടായിട്ട് മാറുകയും ചെയ്തത്. ബോഡി ബിക്കംസ് എ മേഞ്ചർ. ഈ പൊടിഞ്ഞു പോകുന്ന ഇതാണ് ശരീരം, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ശരീരം എന്നൊക്കെ നമുക്ക് ഇതിനകം പിടുത്തം കിട്ടിയിട്ടുള്ള അതിനകത്ത് ഈ യഥാർത്ഥ പുൽക്കൂടായിട്ട് മാറുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു കാൽപ്പനികമായ പോയറ്റിക്കായ സങ്കല്പമല്ല, അത് വളരെ റോയായിട്ടുള്ള ചലഞ്ചാണ്. അത്തരം മനുഷ്യരെ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. എവിടെയും ഇങ്ങനെ യേശുവിനെ കണക്ക് ചിന്തിക്കാനും ഇടപെടാനും ശ്രമിച്ച മനുഷ്യരാണ്. ഇപ്പോൾ പസോളിനി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഡയറക്ടറുണ്ട്,
സിനിമയെ പരിചയമുള്ളവർക്ക് അത് വളരെ ഫാമിലിയറായ വാക്കായിരിക്കും. ഈ മനുഷ്യൻ ഇങ്ങനെ 916 നാസ്തികനാണ്. ഒരു തരത്തിൽ സംശയമില്ലാത്ത വിധത്തിൽ ദൈവ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു ചിത്രമുണ്ട്, ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു എന്ന് പറയുന്നത്. ഒരു ഹോംവർക്കായിട്ട് സമാധാനത്തിൽ നിന്ന് കണ്ടാൽ നല്ലതാണ്. എല്ലാം നമുക്ക് വിഭിന്നമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മനുഷ്യൻ രൂപപ്പെടുത്തുന്നത്. നമുക്ക് പരിചയമുള്ള യേശു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വളരെ മുടിയൊക്കെ നീട്ടി വളർത്തിയും ഇതൊന്നുമല്ല. ഇതൊരു ക്രോപ്പ് ചെയ്തൊരു യേശു, ഷേവ് ചെയ്യാൻ മറന്നുപോയൊരു യേശു. ഈ മനുഷ്യൻ ആ ഒരു ചിത്രം രൂപപ്പെടുത്തുമ്പോഴേക്കും അതിലേക്ക് കണ്ടെത്തിയ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും ഇങ്ങനെ വിളിമ്പിലുള്ള മനുഷ്യരാണ്. അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മേരി ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന പസോളിൻ്റെ അമ്മ തന്നെയാണ്. വത്തിക്കാൻ്റെ മുഖപത്രം 10 പ്രധാനപ്പെട്ട യേശു കേന്ദ്രീകൃത ചിത്രത്തിൽ ആദ്യത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതിനെയാണ്. ഈ ചിത്രം സമർപ്പിച്ചിരിക്കുന്നത് ജോൺ 23 മാർപ്പാപ്പയ്ക്കാണ്. അതിനകത്തൊരു കുസൃതി ഉണ്ട്. എങ്ങനെയാണ് ഈ മനുഷ്യനിലേക്ക് എത്തുക എന്നുള്ളത്. അദ്ദേഹം ഇങ്ങനെ അസീസിയിലൊരു സെമിനാറിന് വേണ്ടി വന്നത്, എന്തോ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയോ പഠനമൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചിങ്ങനെ പോരാനായിട്ട് നോക്കുമ്പോൾ നടക്കുന്നില്ല. കാരണം അന്നിങ്ങനെ ജോൺ 23 മാർപ്പാപ്പ നഗരം സന്ദർശിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അന്നുണ്ടാകുന്നൊരു ഗതാഗത കുരുക്കിലൊക്കെ പെട്ടിട്ട് ഈ മനുഷ്യൻ്റെ യാത്ര വൈകുകയും ഒരു രാത്രി കൂടി ഹോട്ടലിൽ പാർക്കേണ്ട ഒരു കാര്യമുണ്ടായി. അങ്ങനെ ആ രാത്രിയിൽ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഈ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന വേദപുസ്തകം എടുത്ത് വായിക്കുക. അങ്ങനെ തൻ്റെ യാത്ര വൈകിച്ച് വളരെ സമാധാനത്തിൽ യേശുവിനെ വായിക്കാനും അതിനകത്തുനിന്ന് വളരെ ഭംഗിയുള്ള, വളരെ ഹൃദയമുള്ള ഒരു ചിത്രം രൂപപ്പെടുത്താനുമൊക്കെ നിമിത്തമായെന്ന നിലയിലാണ് തെല്ലു കുസൃതിയോടുകൂടി ഈ മനുഷ്യൻ ഈ ചിത്രം ഇങ്ങനെ ജോൺ പോൾ 23 മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യർ യേശുവിനെ, കലാകാരന്മാരും എഴുത്തുകാരുമൊക്കെ യേശുവിനെ കണ്ടെത്തുന്ന ആ ഒരു പുതിയ ഒരു ഭാവനയുണ്ട്. വാസ്തവത്തിൽ അതിലേക്കൊക്കെയാണ് നമ്മളിനി പ്രവേശിക്കേണ്ടത്. പരമ്പരാഗതമായിട്ട് അകലെ എവിടെയുള്ള, അല്ലെങ്കിൽ നമ്മളിന്ന് വിഭിന്നമായിട്ട് പരിപൂർണരായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരെന്നൊക്കെ ഉള്ള ആ ഒരു യേശു വിചാരത്തിൽ നിന്നൊക്കെ മാറി നമ്മളോടൊപ്പമുള്ള, നമ്മളെ കണക്ക് ഫ്രജയിലായ, നമ്മളെ കണക്ക് അലയുന്ന ഒരു യേശു സങ്കല്പത്തിലേക്കാണ് ഈ പറഞ്ഞ ക്രിബ് അതിൻ്റെ നാന്ദി ഉണർത്തുന്നത്. ഈ ഒരു രാത്രിയിൽ അധികം കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. അതും ഫ്രാൻസിസുമായി ബന്ധപ്പെട്ടൊരു പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു രാത്രിയിൽ ഇങ്ങനെ ക്രിബിന് മുമ്പിലിരുന്നു കൊണ്ട് വളരെ ദീർഘമായ ഈ മനുഷ്യാവതാരത്തിൻ്റെയൊക്കെ ആ നിഗൂഢതയും അതിന് ദൈവശാസ്ത്രവുമൊക്കെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ പണ്ഡിതനായ ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് ഇങ്ങനെ എണീറ്റ് പറഞ്ഞു, അത്രേ, അങ്ങ് നിശബ്ദനാവുക. അങ്ങ് നിശബ്ദനാവുകയാണെങ്കിൽ ആ പുൽക്കൂട്ടിൽ യേശു പൈതൽ പറയുന്ന കുറേ കൂടി വ്യക്തമാവും. ഈ രാത്രി ദീർഘമായ സംഭാഷണങ്ങൾക്ക് വേണ്ടിയല്ല, കണ്ണു നിറഞ്ഞ് അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും അതിവിശുദ്ധമായ ഒരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.